കല്യാണം കഴിഞ്ഞ് കൊച്ചിയിലെത്തിയപ്പോഴാണ് അവിടെയൊക്കെ ഇങ്ങനെ വിനാഗിരി ചേർത്തിട്ട് മീൻകറി വെക്കുന്നത് ഞാൻ അറിഞ്ഞത്. കാരണം നമ്മുടെ കുട്ടനാട്ടിലൊന്നും വിനാഗിരി അങ്ങനെ ചേർക്കാറില്ല. അത് തന്നെയല്ല, വിനാഗിരി കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. ഈ തെങ്ങ് ചെത്തുന്നവരുടെ അടുത്തു നിന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം പറഞ്ഞിട്ടൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ഇങ്ങനെ 10 രൂപയുടെ ബോട്ടിലിൽ പോലും ആ സമയത്ത് നമുക്ക് വിനാഗിരി കിട്ടുമായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഇത് ഒറിജിനലല്ല, സിട്രിക് ആസിഡൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നൊരു സംഭവമാണെന്നുള്ളത്. അവിടെ ചില വീടുകളിലൊക്കെ വെക്കും, പക്ഷേ ശ്രേഷ്ഠൻ്റെ വീട്ടിലൊന്നും ഉപയോഗിക്കാറില്ല. കുടംപുളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുട്ടനാട്ടിലും കുടംപുളിയാണ് മീൻകറികളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെയുള്ളവർ പറയുന്നത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണോ എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷേ എന്നാലും നമുക്കറിയാമല്ലോ ഇത് ഒറിജിനലല്ല, സിട്രിക് ആസിഡ് ആണെന്നുള്ളത് അറിയാവുന്ന സ്ഥിതിക്ക് നമ്മളത് കൂടുതൽ ഒഴിവാക്കുന്നത് തന്നെയല്ലേ വയറിനൊക്കെ നല്ലത്. അപ്പോൾ എനിക്ക് നമ്മളെ വീട്ടിൽ കൂടുതലും കുടംപുളി തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പം തക്കാളിയൊക്കെ ചേർത്ത് പലതരത്തിൽ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ഏത് തരം പുളിയാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.